ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ്. ചക്ക വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് പെർഫെക്റ്റ് ആവാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ ശർക്കരയിൽ വിളയിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ഇരുന്നാലും കേടാവത്തില്ല. ഇത് വേവിച്ചെടുക്കുമ്പോൾ വാഴയിലയിൽ വെച്ച് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റും കൂടിയുണ്ട്. ഇതിൽ വിള്ളലുകൾ വരാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അഥവാ വിള്ളലുകൾ വന്നാൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ടിപ്സും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 125 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വേണമെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ടും ഇട്ട് കൊടുക്കാം. ചൂടാവുമ്പോൾ ഇത് തന്നെ സോഫ്റ്റായിട്ട് ഉരുകിക്കോളും. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് അരിപ്പ യൂസ് ചെയ്യുന്നില്ല, ഇരുമ്പിൻ്റെ അരിപ്പയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ചില പ്ലാസ്റ്റിക് അരിപ്പകൾ ഉരുകിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തേങ്ങയിലത്തെ വെള്ളം കൂടെ ഇറങ്ങി വരും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. ഇനി ഇതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണെങ്കിൽ അതിനകത്ത് ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും തോന്നുക, പക്ഷേ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരുപാട് വെള്ളമായാൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ടൈമിൽ അതിനകത്തുനിന്ന് വെള്ളം ഒഴുകി വരും. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ചക്കയാണ് ശരിയാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ള ചക്ക നല്ല മധുരമുള്ള ചക്കയാണ്. അതുകൊണ്ടാണ് ഞാൻ ശർക്കര 125 ഗ്രാംസ് എടുത്തത്. മധുരമില്ലാത്ത ചക്കയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ശർക്കര എടുക്കാം. 12 ചക്കച്ചോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വരിക്കച്ചക്കയാണ്, നല്ല വലിയ ചക്കച്ചോളയാണ്. അതുകൊണ്ടാണ് 12 എണ്ണം എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചക്കച്ചുളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്തോട്ട് തന്നെ വേണമെങ്കിൽ ശർക്കരയും തേങ്ങയും എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ ഇത് നന്നായിട്ട് വെന്തുടയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. കാരണം തേങ്ങയിലത്തേക്ക് വെള്ളം വറ്റിക്കാൻ നമ്മൾ കുറച്ചധികം നേരം ഇത് വഴറ്റേണ്ടി വരും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, ഇത് ചൂടാവുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ആയാൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നെയ്യിൻ്റെ നല്ല ഫ്ലേവറും ഉണ്ടായിരിക്കും. ചക്കയൊന്നും ഉടഞ്ഞു പോകത്തുമില്ല. നമ്മുടെ ചക്ക ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചില ബ്രാൻഡ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയായിരിക്കും. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയായിരിക്കും. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതായത് തിളച്ച വെള്ളത്തിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിക്കകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളത്തിനകത്തോട്ട് പൊടി ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ വിള്ളലുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പൊടിക്കകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വെള്ളം കുറച്ച് കൂടിയ പോലെ തോന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അത് കുഴപ്പമില്ല, തണുക്കുമ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് വൈറ്റ് കട്ടകളൊന്നും പാടില്ല. അതായത് ചിലപ്പോൾ ചെറിയ വൈറ്റ് കട്ടകൾ കാണാം. അങ്ങനെ കാണാത്ത രീതിയിൽ വേണം നമ്മളിത് സ്പൂൺ വെച്ച് നന്നായി കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ കട്ടകളൊന്നുമില്ലാതെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക, ചൂടാറാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പൊടി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് നേരം കുഴച്ചെടുക്കേണ്ടി വരും. എന്നാലാണ് നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ടിരിക്കുക.
നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടിയതുപോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വെള്ളം കറക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ കൈവച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം വെച്ച് ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. എണ്ണ വെച്ച് ഉരുട്ടിയെടുത്താലും വിള്ളലുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കുക. എന്നിട്ടത് സൈഡിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡും ഒരേ തിക്നെസ് ആവുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചക്കയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം തൊട്ട് ഇതൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ആ സമയത്താണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. 2 സൈഡിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. എവിടെയെങ്കിലും പൊടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സൈഡിലോട്ട് പൊടി ഒന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് എവിടെയെങ്കിലും വിള്ളലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ആ വിള്ളൽ വന്ന സൈഡിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ആ വിള്ളൽ അങ്ങ് പോവും. അങ്ങനെ എല്ലാ സൈഡും നോക്കുക. എവിടെയൊക്കെ വിള്ളലുണ്ടോ അവിടേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വിള്ളൽ വരത്തില്ല. ഇപ്പോൾ എല്ലാ വിള്ളലും ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ കൊഴുക്കട്ടയും ഒന്ന് ശരിയാക്കിയെടുക്കുക. ഇത് ഉരുട്ടി കുറേ നേരം പുറത്ത് വെച്ചിരുന്നാലും ഇതിനകത്ത് വിള്ളൽ വരും. അതുകൊണ്ട് നമ്മൾ ഉരുട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റീമറിൽ വെള്ളം വെച്ചിരിക്കണം. ഞാനിവിടെ സ്റ്റീമറിൽ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ അളവിൽ 14 കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ പകുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. 7 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിൽ വെച്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റീമറിനകത്ത് ഒരു വാഴയില ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയിലയിൽ വെച്ച് ഉണ്ടാക്കിയാൽ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ല എങ്കിൽ സ്റ്റീമറിനകത്ത് നിങ്ങൾ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്ത് വെച്ചാലും മതി. 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ സെക്കൻഡ് ട്രിപ്പാണ് വെക്കുന്നത്. അതും ഇതേപോലെ തന്നെ വാഴയിലയിൽ വെക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് തൊടാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നമ്മുടെ എല്ലാ കൊഴുക്കട്ടയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ കൊഴുക്കട്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ സൈഡിലും ഒരേപോലെ തിക്നെസ് ആയിട്ടുണ്ട്. ചക്ക ഒരുപാട് വെന്തുടഞ്ഞിട്ടില്ല. ചക്ക ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്